a lot of anomalies in their accounts. Like what? They have evaded paying huge sums of tax money which ought to be remitted under the US laws of foreign exchange. Why wasn't this matter reported earlier? Well, have you got anything to say? Sir, there is some huge misunderstanding that has happened somewhere. അതെ സാർ, ഈ ഇടപാടുകളിലെ എല്ലാ കാര്യങ്ങളും ആദ്യം മുതലേ നോക്കിയിരുന്നത് ഞാനാണ്. SS ഗ്രൂപ്പിന്റെ ഉടമയായ ഗിരിധർ നമ്പ്യാർ അടിമുടി മാന്യനും സത്യസന്ധനുമാണ്. It will never happen from our end. I know. We believe so too. But the truth is that it has happened. This is considered as a major crime here. We are going to be in a deep trouble. And do you have any idea regarding the punishment here for this in the United States? We know, sir. ഈ അടുത്ത കാലത്തായി നമ്മുടെ കാര്യങ്ങളെല്ലാം അവരുടെ കമ്പനി നോക്കുന്നത് മിസ്റ്റർ ഗിരിധർ നമ്പ്യാരുടെ അനിയനാണ്. So in all probabilities, this must have happened from Mr. Nitish Nambiar's lack of efficiency. If so, please call Mr. Giridhar Nambiar and inform him right away. ഈ സമയത്ത് ഗിരിധർ സാറിനെ ശല്യം ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. I mean, he just got married yesterday. I know. I can understand. But this is a serious issue which cannot be postponed. If this is not duly informed, it's going to land all of us in big trouble. I'm sure he'll understand. എന്തോ സീരിയസ് ആയിട്ട് സംസാരിക്കാൻ തോന്നി. അത് ഞാൻ അവിടെ കാത്തു നിൽക്കാതെ ഇങ്ങ് വന്ന് ഫ്രഷ് ആവെന്ന് വിചാരിച്ചേ. ഇറ്റ്സ് ഓക്കേ, നോ പ്രോബ്ലം. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എനിക്ക് സുമിതയോട് പറയാനുണ്ട്. എനിക്ക് ഇന്ന് രാത്രി തന്നെ US പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട്. അത്രയും അർജന്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. അതുകൊണ്ടാ സുമിത ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തൊരു മനുഷ്യനാണെന്നല്ലേ. കല്യാണം കഴിഞ്ഞ് ഗൃഹപ്രവേശത്തിന്റെ അന്ന് തന്നെ ഭാര്യയെ ഒറ്റയ്ക്കാക്കിയിട്ട് ബിസിനസ് നോക്കാൻ പോകുന്ന ഒരു പരമ ബോറനായ ഭർത്താവായിട്ടായിരിക്കും സുമിത എന്നെ കാണുന്നത്. അയ്യോ, അങ്ങനെയൊന്നും ഞാൻ ആലോചിച്ചതേ ഇല്ല. വേറെ വലിയ പ്രതീക്ഷകളൊന്നും എനിക്ക് ഗിരിധരനെ പറ്റി ഉണ്ടായിട്ടില്ലല്ലോ. ഞാനൊരു പൊതു തത്വം പറഞ്ഞതേ ഉള്ളൂ. എന്തോ അത്യാവശ്യ കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. ഇറ്റ്സ് ഓക്കെ. സ്റ്റിൽ അതൊരു ശരിയായ കാര്യമല്ലെന്ന് എനിക്കറിയാം. ഐ എം സോറി. എന്നോട് മാപ്പൊക്കെ എന്തിനാ പറയുന്നേ? ഗിരിധരനെ പോലുള്ള ഒരാളുടെ തിരക്കൊക്കെ എന്താന്ന് എനിക്ക് മനസ്സിലാവും. പിന്നെ ഇത് ആദ്യത്തെ ദിവസമല്ലല്ലോ, രണ്ടാമത്തെ ദിവസമല്ലേ. അതുമല്ല, നമുക്കിടയിൽ അങ്ങനെയുള്ള പ്രതീക്ഷകളും നിരാശകളും ഒന്നും ബിസിനസിന്റെ കാര്യത്തിൽ എനിക്ക് ചില കടുംപിടുത്തങ്ങളൊക്കെ ഉണ്ട്. അച്ഛനായിട്ട് എന്നെ പഠിപ്പിച്ച കാര്യമാണ്. കൃത്യമായ സമയത്ത് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുക എന്നതാണ് ഏതൊരു കാര്യവും സക്സസ് ആകാനുള്ള കീ പോയിന്റ്. സുമിതയെ ഒറ്റയ്ക്കാക്കി പോകുന്നതിന്റെ പേരിൽ ആകാശം എന്നെ കുറെ വഴക്ക് പറഞ്ഞു. അതൊന്നും ഓർത്ത് ഗിരിധർ വിഷമിക്കണ്ട. കാര്യങ്ങൾ നടക്കട്ടെ. പൂവല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നല്ലോ. ആ പിന്നെ ഗിരിധർ അമേരിക്കയിൽ നിന്ന് വരുമ്പോഴത്തേക്കുവേ മിക്കവാറും ഇവിടുത്തെ ഈ വാർഡ്രോബൊക്കെ ഞാൻ കൈയടക്കിയിട്ടുണ്ടാവും. അതൊന്നും സാരമില്ല. താങ്ക് യു ഇത്ര അണ്ടർസ്റ്റാൻഡിംഗ് ആയി പെരുമാറുന്നതിന്. പിന്നെ എന്നാ ഞാൻ ചെന്നിട്ടേ യാത്രയ്ക്കുള്ളതെല്ലാം പാക്ക് ചെയ്യട്ടെ. എങ്ങനെയെന്ന് പറഞ്ഞാ മതി, ഞാൻ സഹായിക്കാം. വേണ്ട, അത് ശരിയാവില്ല. സോറി, നോ ഓഫൻസ്. എനിക്ക് എന്റേതായ രീതികളുണ്ട് സുമിത. അല്ലെങ്കിൽ പിന്നെ ഞാൻ ആകെ ബുദ്ധിമുട്ടിലാവും. ഇവിടെ ഒരു ദാമോദരേട്ടനുണ്ട്. വർഷങ്ങളായിട്ട് ഞങ്ങളുടെ കൂടെ ഉള്ളയാളാ. പുള്ളിക്കാരൻ അതൊക്കെ ചെയ്തോളും. ശരി, ആയിക്കോട്ടെ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഈ മോതിരം, ഇത് ഞാൻ എന്താ ചെയ്യണ്ടേ? ഇത് അച്ഛമ്മയുടെ മോതിരവാ. പക്ഷെ ആ ചടങ്ങി വെച്ച് സുമിത എടുത്ത്. മോളവിടെ ഇരിക്കേ.
കല്യാണത്തിന്റെ തിരക്കുകൾക്കിടയിലെ മോളോട് സമാധാനായിട്ടൊന്നും മിണ്ടാൻ പോലും പറ്റിയില്ല. നിന്നെ പോലൊരു പെണ്ണിനെ തക്കുടൂന് ഭാര്യയായി കിട്ടിയത് അവന്റെ ഭാഗ്യം തന്നെയാ. സത്യത്തിൽ അവന്റെ കാര്യത്തിലും എനിക്കിപ്പോഴാ ഒരു സമാധാനം കിട്ടിയത്. നിനക്കറിയോ, എല്ലാം ഉണ്ടെങ്കിലും ഒന്നും ഇല്ലാത്തവനെ പോലെ ജീവിക്കുക എന്റെ തക്കുടു. അവന് പോലും അതറിയില്ല. അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു അനാഥനെ പോലെ അവനിവിടെ ജീവിക്കുന്നത്. ഉള്ളതാണെങ്കിലോ ഒരു രണ്ടാനമ്മയും. പക്ഷേ അച്ഛമ്മ എല്ലാവരെയും ഗിരിധർ വളരെ സ്വന്തമായിട്ടല്ലേ കണക്കാക്കുന്നേ? അല്ല, അവര് പക്ഷെ അവനോട് അങ്ങനെയല്ല പെരുമാറുന്നത്. ചിലപ്പോഴൊക്കെ എനിക്കും അങ്ങനെ തോന്നാതിരുന്നില്ല. പക്ഷെ ഞാൻ അങ്ങനെ അച്ഛമ്മേ. അതെ, ഇതൊക്കെ അറിഞ്ഞോണ്ട് തന്നെയാ ഈ കല്യാണത്തിന് കുറ്റിയും പറിച്ച് ഞാൻ ഇങ്ങോട്ട് പോന്നത്. അവന് വേണ്ടി എല്ലാരും കൂടി കണ്ടെത്തിയ പെണ്ണിനെ കുറിച്ച് പോലും എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോ മാറി മോളെ. പക്ഷേ എനിക്ക് നിന്നോട് പറയാനുള്ളത്, നീ ഒരു ഭാര്യയുടെ സ്ഥാനത്ത് മാത്രം സ്വയം പ്രതിഷ്ഠിച്ചാ പോരാ, ഒരമ്മയുടെ സ്ഥാനത്ത് നിന്നുകൂടി വേണം അതൊക്കെ നോക്കാൻ. അവന് എല്ലാം എല്ലാം നീ ആയിരിക്കണം. എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ എല്ലാം ചെയ്തോളാം അച്ഛമ്മേ. അല്ല, ഗിരി എവിടെ? അവനെ കണ്ടില്ലല്ലോ. ഗിരിധരൻ ഇന്ന് വൈകിട്ടൊരു യാത്രയുണ്ട് യുഎസിലേക്ക്. അതിന് തയ്യാറാകുക. ആ യാത്രയോ? ഇന്നത്തെ ദിവസോ? ആ, എന്തോ അത്യാവശ്യ കാര്യത്തിനേട്ടാ. അതെങ്ങനെ ശരിയാവും? ഇന്നത്തെ ദിവസം അവൻ എവിടെയും പോകാൻ പറ്റില്ല. അഥവാ അത്യാവശ്യമാണെങ്കിൽ നിന്നെയും കൂടി കൊണ്ടുപോകണം. അത് പിന്നെ ബിസിനസ് ട്രിപ്പ് അല്ലേ അച്ഛമ്മേ, അപ്പൊ എന്നെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അതൊന്നും ശരിയാവത്തില്ല. നിന്നെ കൊണ്ടുപോയേ പറ്റൂ. ഞാൻ പറയാം അവനോട്. അയ്യോ, അതൊന്നും വേണ്ട. ഗിരിധർ പോകുന്നതിൽ എനിക്കൊരു വിഷമമില്ല അച്ഛമ്മേ. ഗിരിധരനെ കുറിച്ച് എനിക്ക് അത്യാവശ്യമൊക്കെ അറിയാലോ അച്ഛമ്മേ. സത്യത്തിൽ അദ്ദേഹത്തിന്റെ ഒന്നാം ഭാര്യ എന്ന് പറയുന്ന ബിസിനസ് ആവും. അത് കഴിഞ്ഞിട്ടേ എനിക്കും അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്ഥാനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അച്ഛമ്മ വഴക്ക് പറയാനും തടയാനും ഒന്നും പോണ്ട. എന്നിട്ട് അവൻ എവിടെ? പോവാൻ റെഡിയായിക്കൊണ്ടിരിക്കുക. ആ ദാമോദരേട്ടൻ ബാഗ് പാക്കിംഗ് ഉണ്ട്. ഇനി മുതൽ ഗിരിയുടെ ബാഗ് പാക്ക് ചെയ്യേണ്ടതേ ദാമോദരനൊന്നും അല്ല, നീയാ. അത് ഞാൻ പറഞ്ഞായിരുന്നു, പക്ഷെ സമ്മതിച്ചു തരണ്ടേ? അതവനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. നീ പാക്ക് ചെയ്താ മതി. അല്ല അച്ഛമ്മ, അത് നീ ഒന്നും പറയണ്ട. അല്പം മുമ്പ് പറഞ്ഞതല്ലേ ഉള്ളൂ. ഗിരിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നീ സ്വയം ഏറ്റെടുത്തേ പറ്റൂ. അതിനുള്ള സാമർത്ഥ്യം നിനക്കുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ബാ, എനിക്ക് നടക്കേ നടക്കേ. ഹായ് റോഷൻ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ആ പറ, എന്തൊക്കെയാ വിശേഷം? ആ യെസ്, ഹണിമൂൺ കഴിഞ്ഞ് ഞങ്ങൾ എത്തി. അടിപൊളിയായിരുന്നു. ആര്? ദീപനോ? പാർട്ടിക്കോ? ഇന്നോ? ദീപൻ വർമ്മ ആയിരിക്കോ? അയാൾ വലിയൊരു ഫാഷൻ ഡിസൈനർ അല്ലേ? ഗ്രേറ്റ്. ദീപൻ വർമ്മയും നീയും കൂടി ഞങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഒരു പാർട്ടി നടത്താൻ തീരുമാനിച്ചാ അത് വേണ്ടെന്ന് വെക്കാൻ ഞങ്ങൾക്ക് പറ്റുമോ? ഇന്ന് രാത്രി ഉറപ്പായും ആ പാർട്ടിയിൽ ഞാൻ ശ്രീനിഷും വന്നിരിക്കും. ഡു ടെൽ ഹിം വിൽ ബി ദേർ. അപ്പൊ ശരി റോഷൻ, എല്ലാം പറഞ്ഞ പോലെ രാത്രി കാണാം. എന്റെ ക്ലോസ് ഫ്രണ്ട് റോഷനെ വിളിച്ചേ. അവനും ദീപൻ വർമ്മയും ചേർന്ന് എനിക്കും ശ്രീനിക്കും വേണ്ടി ഒരു ഗംഭീര പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്ന് രാത്രി. അതിന്റെ കാര്യം പറയാൻ വിളിച്ചതാ. അമ്മയ്ക്കറിയില്ലേ ദീപൻ വർമ്മ? കേട്ടിട്ടുണ്ട്. പക്ഷേ സനു, ഇന്ന് ഗൃഹപ്രവേശനം കഴിഞ്ഞ ദിവസമല്ലേ? ഇന്ന് പുറത്തേക്ക് എങ്ങോട്ടും ഇറങ്ങാതെ വീട്ടിൽ തന്നെ കഴിയണമെന്നാ പിങ്കിയമ്മ പറഞ്ഞത്. ഗൃഹപ്രവേശത്തിന്റെ അന്ന് വധു വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് അശുഭമായിട്ടാണ് കണക്കാക്കാറുള്ളത്. പക്ഷേ അച്ഛാ, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ചെല്ലാന്ന് അവർക്ക് വാക്കുകൊടുത്തു പോയല്ലോ. ഇനി പറ്റില്ലാന്ന് എങ്ങനെയാ ഞാൻ അവരോട് പറയാ? നീ കാര്യം അവരോടൊന്ന് പറ. അവർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ.
ഏറ്റവും ഇളയതായതിന്റെ പേരിൽ സാനിയെ ഞങ്ങള് ഒരുപാട് കൊഞ്ചിച്ച് ലാളിച്ചോ വളർത്തിയത്. അതിന്റെ ചില പ്രശ്നങ്ങള് അവളുടെ സ്വഭാവത്തിൽ വന്നുപോയിട്ടുണ്ട്. അല്ല ചന്ദ്രേട്ടാ, അതെ, നമുക്കൊരു കാര്യം ചെയ്താലോ? ഇന്ന് ഈ വീട്ടിൽ നിന്ന് പുറത്തു പോവരുതെന്നല്ലുള്ളൂ. അതെ, സാനിയുടെ കൂട്ടുകാരെല്ലാരും ഇങ്ങോട്ട് വരുന്നതിന് തടസ്സമൊന്നുമില്ലല്ലോ. അതില്ല. എന്നാ ഞാനൊരു ഉഗ്രൻ ഐഡിയ പറയാം. ആ പാർട്ടി എന്തുകൊണ്ട് ഇവിടെ വെച്ച് നടത്തിക്കൂടാ? ഇതെന്തൊരു ഇരിപ്പാ, ഒന്ന് റെഡി ആവുന്നില്ലേ? ശ്രീ, ഈ പാർട്ടി ഞാൻ ക്യാൻസൽ ചെയ്താലോ എന്ന് ആലോചിക്കാം. പാർട്ടി ക്യാൻസൽ ചെയ്യാനോ? എന്തിനാ അതിപ്പോ? അല്ല, അത് അവരൊക്കെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയ അത് എന്റെ ഫ്രണ്ട് സർക്കിളിലെ പാർട്ടികളൊന്നും നിന്റെ വീട്ടുകാർ കണ്ടിട്ടുള്ള പോലെ പഴഞ്ചൻ ചായ സൽക്കാരങ്ങളല്ല. ഡ്രിങ്ക്സും ഡീജും ഒക്കെ ഇവർക്കൊന്നും ഉൾക്കൊള്ളാൻ പോലും പറ്റില്ല. എടി, ഇവിടെ അച്ഛനും അമ്മയ്ക്കും ബുദ്ധിമുട്ടാവുന്ന ഓർത്താണോ നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? നമ്മുടെ കല്യാണത്തിന് ശേഷം നീ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ നീ നിന്നെ കുറിച്ച് മാത്രമല്ല മറ്റുള്ളവരെ കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. And I'm so happy about that. അവരും നിന്നെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ പാർട്ടി ഇവിടെ വെച്ച് നടത്താൻ സമ്മതിച്ചത്. പിന്നെന്താ പ്രശ്നം? അവരുടെ സമ്മതം അല്ല പ്രശ്നം. എന്റെ കൂട്ടുകാരെ കുടിസ് ഫ്ലാറ്റിലേക്ക് ക്ഷണിക്കാൻ തന്നെ എനിക്ക് നാണക്കേടാ. അതാണ് പ്രശ്നം. ഹലോ, പാർട്ടി നടക്കുന്ന നമ്മുടെ ഹോളിലല്ലേ. അച്ഛനും അമ്മയും അവരുടെ മുറി കിടന്നുറങ്ങിക്കോളും. പക്ഷെ ശ്രീ, ഒരു പക്ഷേയുമില്ല. നേരം പോകുന്നുണ്ട്. വേഗം പോയി റെഡിയായേ. ഞാനും പോയി റെഡി ആവട്ടെ. പിന്നെ സുമിതേച്ചി കൂടി ക്ഷണിക്കണം, മറക്കണ്ട. മേഡത്തിന് രാത്രി കഴിക്കാൻ എന്താ വേണ്ടത്? എല്ലാരും കഴിക്കുന്നത് എന്താന്ന് വെച്ചാ അത് തന്നെ മതി. ഗിരിസാറിന്റെ അച്ഛമ്മയ്ക്ക് വെറുതാണ്, അതുകൊണ്ടൊന്നും കഴിക്കണില്ല. പിന്നെ അനുരാധ മേഡം അംബിസാറും ക്ലബിൽ പോയി, അതുകൊണ്ട് അവർക്കും രാത്രി ഭക്ഷണം വേണ്ട. പിന്നെ ഇവിടെ ആകെ ഉള്ളത് മേഡം മാത്ര. അതുകൊണ്ട് മേഡത്തിന് എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞാ മതി. അതിപ്പോ എന്തെങ്കിലും എന്താ ഉള്ളതെന്ന് വെച്ചാ അത് മതി. ചിക്കൻ ബിരിയാണി, മട്ടൻ പുലാവ്, ചിക്കൻ 65, ബീഫ് വിന്താലു. അയ്യോ, ഞാൻ വെജിറ്റേറിയനാ. സോറി മാഡം. അങ്ങനെയാണെങ്കിൽ അലു പൊറോട്ട, വെജിറ്റബിൾ ബിരിയാണി, പനീർ മട്ടർ മസാല, ചപ്പാത്തി, അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം മാഡം. അല്പം കഞ്ഞിയും പയറും കിട്ടോ? അല്ല, ഈ കഞ്ഞിയും പയറെന്നൊക്കെ പറയുമ്പോ എന്താ, കഞ്ഞിയും പയറൊന്നും കേട്ടിട്ടില്ലേ? അത്ര മോശപ്പെട്ട കാര്യ അല്ല മാഡം. പക്ഷേ അയ്യോ, അത് ഗിരിസാറിന് ഇഷ്ടമുള്ള സാധനമല്ല, അതുകൊണ്ട് മാഡവും അതായിരിക്കും ഞങ്ങൾ വിചാരിച്ചു. അറിയാം, ഇതിനെയൊക്കെ നിങ്ങളുടെ സാറ് പുല്ലും വൈക്കോലും എന്നാണല്ലോ പറയാ. എനിക്കിന്ന് രാത്രി കഴിക്കാനായിട്ട് നല്ല ചൂട് കുത്തരിക്കഞ്ഞിയും പയറ് പുഴുക്കും പപ്പടും മതി. ശരി മാഡം. വേറെ എന്തെങ്കിലും വേണമെങ്കിൽ മാഡം വിളിച്ചു പറഞ്ഞാ മതി. ശരി ശരി. എന്റെ ദൈവമേ, വലിയ പാട് തന്നെ ഇവിടെ ജീവിക്കാൻ. ഹലോ ഇന്ദിരേ, പറഞ്ഞോളൂ. കേക്കുന്നുണ്ടോ? ഇവിടെ ആകെ ബഹള. പാർട്ടി നടക്കല്ലേ. വലിയ വലിയ ഡിസൈനർമാരും സാനിയുടെ ഫ്രണ്ട്സായ മോഡൽസ് ഒക്കെ വന്നിട്ടുണ്ട്. അറിയാം. എന്നിട്ട് എന്താ വരാത്തെ? സനുമോൾ എല്ലാരും വിളിച്ചിരുന്നു എന്നാണല്ലോ പറഞ്ഞത്. നിതീഷ് മോൾ വന്നോണ്ടിരിക്കാന്ന് പറഞ്ഞു. അല്ല, അത് പിന്നെ പിള്ളേരുടെ പാർട്ടിയല്ലേ, അത് നടക്കട്ടെ. നമുക്ക് പിന്നൊരു ദിവസം കാണാം. പിന്നെ ഒരു കാര്യം, ഇന്ന് വരുമ്പോ സംസാരിക്കാനിരുന്നതാ. ഇനി എന്തായാലും ഫോണില് പറഞ്ഞേക്കാം. മറുവീടിന് ക്ഷണിക്കാൻ ഞങ്ങൾ എന്ന് അങ്ങോട്ട് വരണ്ടേ? നാളെ ആയല്ലോ. മറുവീടോ? അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ. അനുരാധയ്ക്ക് അറിഞ്ഞൂടെ? പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞ് പെണ്ണ് ചെക്കന്റെ വീട്ടിലേക്ക് എത്തിയ പിന്നെ സ്വന്തം വീട്ടിലേക്ക് ആദ്യമായി തിരിച്ചു വരുന്ന ചടങ്ങാ അത്. അതൊക്കെ എനിക്കറിയാം. പക്ഷെ അല്ല, അതിനു മുമ്പ് ഞങ്ങൾ അങ്ങോട്ട് വന്ന് ക്ഷണിക്കുന്ന ഒരു ചടങ്ങുണ്ട്.
അതാ ഞാൻ പറഞ്ഞത് നാളെ വരട്ടേന്ന്. അതല്ല ഇന്ദിരേ, ഈ മറുവീടെന്ന് പറഞ്ഞ ചടങ്ങൊന്നും ഞങ്ങളുടെ ഇടയിൽ പതിവില്ല. കുട്ടികളൊക്കെ അവരവരുടെ ജീവിതത്തിൽ സെറ്റിലായല്ലോ. അവർക്കും സന്തോഷം, നമുക്കും സന്തോഷം. പിന്നെന്താ? ഒരു കണക്കിന് അതും ശരിയാ. എന്നാലും ഹലോ ഹലോ, ഒന്നും കേൾക്കുന്നില്ല. അവരെന്നെ കമ്പിളിപ്പറപ്പ് ചോദിച്ചോ? ഹലോ ഹലോ, കേക്കുന്നില്ലേ? ഹലോ, ഭയങ്കര ബഹളം, ഒന്നും കേൾക്കുന്നില്ല. ഹലോ ഹലോ ഹലോ, എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ക്ലിയർ അല്ല. ശരി എന്നാ സാരമില്ല, നമുക്കേ പിന്നെ കാണാം. അല്ല ചേച്ചി, ഈ മറുവീടെന്ന് പറഞ്ഞ ചടങ്ങ് നമ്മുടെ ഇടയിൽ ഇല്ലെന്ന് എന്തിനാ കള്ളം പറഞ്ഞു? ഇടയ്ക്കെങ്കിലും അല്പം ഒന്ന് ബുദ്ധി ഉപയോഗിക്കണ്ട അമ്പി, ഇല്ലെങ്കിലേ തലച്ചോറെ തുരുമ്പെടുത്തു പോവും. സനുവിന്റെ സ്വഭാവം നമുക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. ഇപ്പൊ അവർക്ക് ഏകദേശം മനസ്സിലായി കാണും. മറുവീടെന്നും മറ്റേ വീടെന്നും ഒക്കെ പറഞ്ഞ് അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നാലേ പിന്നെ അവൾ ഇവിടുന്ന് പോവാനേ പോകുന്നില്ല. 2 ദിവസം നിക്കാം, 4 ദിവസം നിക്കാന്നൊക്കെ പറഞ്ഞ് അവള് ശ്രീനിഷിനെയും വിളിച്ചോണ്ട് ഇങ്ങോട്ട് പോരും. പിന്നെ 2 ദിവസം കഴിയുമ്പോ അവൻ പൊടിയും തട്ടി അങ്ങ് പോവും. അവൾ ഇവിടെയോ ആവും. അത് നേരാ. ചേച്ചിയുടെ ബുദ്ധി ഞാൻ സമ്മതിച്ചു കേട്ടോ. ഏതായാലും അങ്ങനൊരു ചടങ്ങ് ഇല്ലാന്ന് നുണ പറഞ്ഞ നന്നായി. 2 ഗുണമേ. അവിടുന്ന് ഒരുത്തിയെ മാറ്റക്കല്യാണം നടത്തി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഇങ്ങനൊരു ചടങ്ങുണ്ടെന്ന് നമ്മളെങ്ങാനും സമ്മതിച്ചാൽ നമ്മളും പോണ്ടേ അവരെ ക്ഷണിക്കാൻ. പിന്നെ അവരിങ്ങോട്ട് വരും, പിന്നെ നമ്മളെ സൽക്കരിക്കാൻ അങ്ങോട്ട് പോണം. ഇതിപ്പോ ഒറ്റ വെടിക്ക് 2 പക്ഷിയായി, 2 ഒഴിവായി. Tell me, Mr. Parker, what's the issue? First and foremost, there was a transparency in our dealings from your end, Mr. Nambiar. Kindly do the needful to remit the pending taxes to the US government. Definitely. That's why I myself have come here. ടാക്സ് അടയ്ക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തില്ലേ ജെയിംസേ? ചെയ്തു സാർ, ഇന്ന് തന്നെ അടയ്ക്കാം. Anything else? SS Group is taking over one of our major firms. You should understand our concern. You can Google our company. You will get enough details with regard to our credentials. Or else let me furnish you with details. Oh, great. ജെയിംസേ, സർ, അടിയന്തരമായി നിങ്ങൾ എന്റെ വീട്ടിലോട്ടൊന്ന് വിളിക്കണം. ഓക്കെ സാർ. എന്റെ വൈഫിനെ വിളിച്ചാൽ മതി. എന്നിട്ട് അവിടെ വാർഡ്രോബില് ഒരു ഹാർഡ് ഡിസ്ക് ഇരിപ്പുണ്ട്, അത് എടുത്തു വെക്കാൻ പറയണം. എന്നിട്ട് ആകാശിനെ വിളിച്ച് അത് കളക്ട് ചെയ്ത് നമുക്ക് അയച്ചു തരാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യണം ഉടൻ. ഇപ്പം നാട്ടിൽ അർദ്ധരാത്രി ആയിരിക്കില്ലേ സാർ? വൈഫിനെ വിളിക്കണോ? കാര്യങ്ങൾ നടക്കണ്ടേ ജെയിംസേ? എന്തായാലും ജെയിംസ് പോയി ഒന്ന് വിളിക്കും. ഇവിടെ സംസാരിക്കാൻ കാര്യങ്ങൾ ഇനിയുണ്ടല്ലോ. ഞാൻ മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യട്ടെ. I request you to be patient for some time. You will get all the data in a couple of hours. Sure, why not? അല്ല, എന്തു പറ്റി സാറേ? വൈഫായിട്ട് വഴക്കായ? ഏയ്, ചെറിയൊരു അബദ്ധം പറ്റിയോ ജെയിംസേ? എന്തു പറ്റി? ആ ഹാർഡ് ഡിസ്ക് ഇരിക്കുന്ന സ്ഥലം ഞാൻ പറഞ്ഞു കൊടുത്ത് മാറിപ്പോയി. ഇടാ, അവള് തുറന്ന് മറ്റൊരു ഡ്രോയറാ. അതിനിപ്പോ എന്താ സാറേ? ഇടൂ, അതിലെന്റെ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു. ഓ, മനസ്സിലായി. സാറിന്റെ പഴയ കാമുകിയുടെ ഫോട്ടോ അതിനകത്തുണ്ടായിരുന്നു. ഇടൂ, ഒന്ന് പോടോ അവിടുന്ന്. അതൊന്നും അല്ല. എടൂ, എന്റെ കുറച്ച് അണ്ടർ ഗാർമെന്റ്സ് അതിനകത്തായിരുന്നു. അത്രേ ഉള്ളൂ. കണ്ടു. അതൊക്കെ എന്തായാലും സാറിന്റെ വൈഫ് കാണണ്ടല്ലേ? ഇതാണ് ഇത്ര വലിയ കാര്യം. എനിക്കിതൊക്കെ വലിയ കാര്യം തന്നെയാ. പാർട്ടിയോ കല്യാണോ എന്തു വേണേലും ആയിക്കോ, അത് പക്ഷെ മറ്റുള്ളവരെ ശല്യം ചെയ്തോണ്ടാവരുത്. എന്തൊരു ബഹളമാ ഇത്? അയൽവക്കക്കാർക്കൊന്നും ചെവിതല കേക്കണ്ടേ? നന്ദു, ആ വോളിയം കുറച്ച്. ഞങ്ങളെ കുറച്ച് മാന്യന്മാര് താമസിക്കുന്ന ഫ്ലാറ്റായത്. ഇവിടെ ഇങ്ങനത്തെ ആഭാസത്തരൊന്നും കാണിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അതെ, ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഞങ്ങള് പാർട്ടി നടത്തിയത് ഞങ്ങളുടെ ഫ്ലാറ്റ് വെച്ചാ, അല്ലാതെ നിങ്ങളുടെ വീട്ടിലോ പബ്ലിക് പ്ലേസിലോ അല്ലല്ലോ. സനു, നീ ഇതിൽ ഇടപെടണ്ട. ഞാൻ സംസാരിച്ചോളാം ഇവരോട്. സോറി, പാർട്ടിയുടെ ശബ്ദം അല്പം കൂടിയെന്നുള്ള ശരിയാ. പാട്ടിന്റെ ശബ്ദം മാത്രാണോ അപ്പൊ ഇവിടുത്തെ ബഹളോ? അല്ല, ഇതെന്നും നടക്കുന്ന കാര്യമല്ലല്ലോ. ഇന്നൊരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഒരു ദിവസത്തെ കാര്യമായാലെന്താ? ഞങ്ങൾ ഈ ബഹളം കേട്ട് ഉറങ്ങാതിരിക്കണോ?
ഇത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യം. ഇതിൽ നിങ്ങൾ ഇടപെടണ്ട. അതിനുള്ള റൈറ്റ്സ് നിങ്ങൾക്ക് ആർക്കുമില്ല. ദേ കൊച്ചേ, നീ വലിയ കൊമ്പത്തെ പണക്കാരിയാണെങ്കിലേ അതിന്റെ ഹുങ്ക് നിന്റെ കൈ വെച്ചേക്കണം. ഞങ്ങളുടെ മേത്തേക്ക് എടുക്കാൻ വരണ്ട. സത്യം പറഞ്ഞ പോലീസിനെ വിളിക്കേണ്ട കേസാ. സുമിത ഒരാളെ മാത്രം വിചാരിച്ചിട്ടാ ഞങ്ങളൊക്കെ ക്ഷമിക്കുന്നത്. സുമിത ഈ വീട്ടിലുണ്ടായിരുന്നപ്പോ ഇമാതിരി തോന്നിവാസങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അവൾക്ക് ഞങ്ങളോടൊക്കെ എന്ത് ബഹുമാനമായിരുന്നോ. ഇതിപ്പോ പണക്കാരിയായ മരുമോള് വന്നതിന്റെ അഹങ്കാരം. പുത്തനച്ചി പുരപ്പുറം തൂക്കുന്ന് പറഞ്ഞ പോലെ. എന്താ എന്താ ചന്ദൻ സാർ ഇതൊക്കെ? നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കുട്ടികൾ ഒരു സന്തോഷത്തിന് കൂടിയതാണ്. അത് കാരണം നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇനി ഞങ്ങൾ കാരണം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇത് എന്റെ വാക്കാണ്. ചന്ദ്രേട്ടനെ ഓർത്ത് ഇപ്രാവശ്യത്തേക്ക് ഞങ്ങൾ ക്ഷമിക്കുന്നു. ഇനി ഇങ്ങനെ ഉണ്ടായാൽ ഇതായിരിക്കില്ല പ്രതികരണം. ശരി. ആ പിന്നെ നേരത്തെ എനിക്ക് ആ വാർഡ്രോബിലെ ഡ്രോയർ മാറിപ്പോയതാ. ഇറ്റ്സ് ഓക്കെ. ഓക്കെ, ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഇപ്പൊ എവിടെയാണെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. ഓഫീസ് തിങ്സ് എവിടെയാണെന്നും പേഴ്സണൽ തിങ്സ് എവിടെയാണെന്നും എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഗുഡ് ഗുഡ്. ഇനി അബദ്ധത്തിൽ പോലും തെറ്റായ ഡ്രോസ് ഒന്നും തുറന്നേക്കരുത് പ്ലീസ്. ഇല്ലില്ല, ഒരിക്കലും ഇല്ല. തെറ്റായിട്ടുള്ള ഡ്രോയർ ഒരിക്കലും തുറക്കില്ല. അതെ, ആക്ച്വലി ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. വെരി വെരി സോറി. ഇറ്റ്സ് ഓക്കെ. താങ്ക് യു ആൻഡ് ബൈ. ഓക്കെ, ടേക്ക് കെയർ. ഇതിപ്പോ ഞാൻ എവിടെ വെക്കും? ഇനി ഇതെങ്ങാനും കാണാതെ പോയാൽ അത് മതി ഗിരിധരന്. ഗിരിധറും ഫുട്ബോളും നന്നായിരിക്കുന്നല്ലോ. കാണാൻ രണ്ടുപേരും ഒരുപോലെയാണെന്നുള്ള ഒരു സാമ്യമേ ഉള്ളൂ. ഇതുറപ്പായും ആകാശിനെ പറ്റി തന്നെയാ. ഉറപ്പ്. ഇനി എന്നെ പറ്റി എന്നാണോ ഗിരിധർ ഇങ്ങനെ എന്തെങ്കിലും എഴുതാൻ പോകുന്നത്? ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാറുകളിൽ സഞ്ചരിക്കുന്ന ബിസിനസ് ടൈക്കൂൺ ഗിരിധർ നമ്പ്യാർ ചെറുപ്പത്തിൽ ഇതുകൊണ്ടാ കളിച്ചിരുന്നല്ലേ? ആലോചിക്കാൻ എന്ത് കൗതുകമുള്ള കാര്യങ്ങളാ. ഇപ്പോഴത്തെ ഗിരിധറിനെ എനിക്കറിയുന്നതിനേക്കാൾ കൂടുതൽ ഗിരിധറിന്റെ കുട്ടിക്കാലത്ത് തിരിച്ചറിയാൻ പറ്റുന്ന പോലെ തോന്നുന്നു എനിക്കിപ്പോ. ഗിരിധറിന്റെ കുട്ടിക്കാലം ശരിക്കും എന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ട്. In that case, we can take a decision after that. സുമിതി ഇനി അലമാര തുറന്ന് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവോ? What happened, Mr. Nambiar? No, nothing. I just need to make an urgent phone call. I'll be back. Please excuse me. Sure. Take your time. Thank you. ഓ, അത് പിന്നെ അടയ്ക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. കാര്യം കഴിഞ്ഞാ പിന്നെ അത് അടച്ചു വെക്കാൻ എന്താ ഇത്ര താമസം? ഞാൻ അടയ്ക്കാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴാ ഗീസറിന്റെ ചില സാധനങ്ങളൊക്കെ കണ്ടത്. എന്ത് സാധനങ്ങള്? അല്ല, ഗീസറിന്റെ കുട്ടിക്കാലത്തെ എന്തോ ചില... അതൊക്കെ ഇയാൾ എന്തിനാ എടുത്തേ? ആ ചോക്ലേറ്റ് ബോക്സ് എടുത്തോ? അത് ഞാൻ തുറക്കാൻ പറ്റാതെ... അതൊരു കാരണവശാലും തുറക്കരുത്. അതെന്താ? ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി സുമിതേ. ഭാരിച്ച ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട. മറ്റുള്ളവരുടെ പേഴ്സണൽ സാധനം എടുത്താണോ കളിക്കുന്നത്? പേഴ്സണൽ സാധനോ? ഈ പഴയ ചോക്ലേറ്റ് ബോക്സോ? ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ സുമിതേ? അതെല്ലാം എടുത്ത സ്ഥലത്ത് തന്നെ ഭദ്രമായിട്ട് തിരിച്ചു വയ്ക്കേ. വാർഡ്രോബ് അടയ്ക്കാൻ. ശരി.
വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യത്തിലാണ് ഞാൻ ഈ വീട്ടിൽ ജീവിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യണമെങ്കിലും 10 പ്രാവശ്യം ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. ഇന്നത്തെ ആ സംഭവം എന്നെ അതാണ് പഠിപ്പിച്ചത്. വിവാഹത്തോടെ ഒരു പെണ്ണിന്റെ ജീവിതം എങ്ങനെ മാറി മറിയുന്നു എന്ന് ഞാൻ ഇപ്പൊ തിരിച്ചറിയുന്നുണ്ട്. എന്റെ വീട്, ഞാൻ അത് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അച്ഛനെയും അമ്മയും നന്ദുവിനെയും ശ്രീകുട്ടനെയും ഒക്കെ. മോളെ സുമി, നിനക്ക് 100 ആയുസാ. ഞാൻ നിന്നെ കുറിച്ച് തന്നെ ഓർത്തോണ്ടിരിക്കുകയായിരുന്നു. കള്ളം. അങ്ങനെ ആയിരുന്നെങ്കിലേ അച്ഛൻ എന്താ എന്നെ ഒന്ന് ഫോൺ എടുത്ത് വിളിക്കാത്തത്? മോളെ അത് ഒന്നും പറയണ്ട. ഞാൻ അവിടുന്ന് പോയതോടെ എന്നെ ആർക്കും അവിടെ ഒരു ഓർമ്മ കൂടി ഇല്ലല്ലേ. ഒരിക്കൽ പോലും നിങ്ങൾ ആരും എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ലല്ലോ. എപ്പോഴും ഞാൻ അങ്ങോട്ടല്ലേ വിളിക്കുന്നേ? അയ്യോ, അത് ഞങ്ങളാരും നിന്നെ കുറിച്ച് ഓർക്കാത്തതുകൊണ്ടല്ല സുമി. സത്യം പറഞ്ഞാൽ നിന്നെ കുറിച്ച് ഓർക്കാതെയും പറയാതെയും ഇവിടെ ഒരു നിമിഷം പോലും കടന്നു പോകുന്നില്ല. നിന്നെ ഒന്ന് കാണാനും മിണ്ടാനും ഒക്കെ അച്ഛൻ എന്ത് കൊതിയുണ്ടെന്ന് അറിയാമോ? എന്നാ പിന്നെ അച്ഛനൊന്ന് ഇങ്ങോട്ട് വന്നൂടെ? വേണ്ട, ഒന്ന് വിളിക്കെങ്കിലും ചെയ്തൂടെ അച്ഛാ? അങ്ങനെ എടുത്തു ചാടിയൊന്നും ചെയ്യുന്നത് ശരിയാവില്ല മോളെ. നീ ഇപ്പൊ ഭർത്താവിന്റെ വീട്ടിലല്ലേ, അത് നീ മറക്കരുത്. എന്റെ കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് ചെന്ന ഉടനെ ഞങ്ങൾ അങ്ങോട്ട് വരുന്നതും അടിക്കടി വിളിക്കുന്നതൊന്നും നന്നാവില്ല. അവരെന്ത് വിചാരിക്കും മോളെ? ആരെന്ത് വിചാരിച്ചാലും പ്രശ്നമല്ല. അച്ഛൻ എന്റെ ഫോണിലേക്കൊന്ന് വിളിക്കാൻ നേരവും കാലവും നോക്കുന്നതിനാ? അച്ഛൻ എന്റെ അടുത്ത് എപ്പ സംസാരിക്കണം തോന്നിയാലും അപ്പൊ അങ്ങ് വിളിച്ചോണം. വിളിക്കാതിരിക്കരുത് കേട്ടോ. ഓ, സമ്മതിച്ചു. അച്ഛൻ വിളിച്ചോളാം. പോരെ? അതൊക്കെ പോട്ടെ. നിനക്കവിടെ സുഖം തന്നെയല്ലേ മോളെ? കുഴപ്പമൊന്നുമില്ല അച്ഛാ. അച്ഛാ, മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? അതൊക്കെ നീ മൊബൈൽ സെറ്റ് ചെയ്തതുകൊണ്ട് മുടക്കം കൂടാതെ നടക്കുന്നുണ്ട്. ഇവിടെ നീ ഇല്ലാത്തതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. വേറെ ഒരു കുഴപ്പമില്ല.